പ്രൈസ് ദി ലോർഡ്. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. അതേ പ്രിയരെ, എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഈ പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. അതേ പ്രിയരെ, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകൾക്കകത്ത് എവിടെയെങ്കിലും ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്ക്, ആത്മാവിൽ പറയുക, എൻ്റെ ജീവിതത്തിനകത്തുള്ള നിർജീവമായി കിടക്കുന്ന മേഖലകളെ, അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. പ്രിയരെ, യെഹെസ്കേലിൻ്റെ പുസ്തകത്തിനകത്ത് ശക്തമായ പ്രവചനങ്ങൾ നിറഞ്ഞ പുസ്തകമാണ്. ആ പ്രവചനങ്ങൾ നിറഞ്ഞ ആ പുസ്തകത്തിനകത്ത് മർമ്മപ്രധാനമായ ശക്തമേറിയ 2 പ്രവചനങ്ങളാണ്. ഒന്ന്, നദിയിലേക്ക്, ആഴത്തിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങിച്ചെല്ലുന്നൊരു അനുഭവം. മറ്റ് ഒരു ആഴമേറിയൊരു സന്ദേശം കിടക്കുന്നൊരു സന്ദർഭമാണ് അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകനെ കൊണ്ടു നിർത്തിയിട്ട് ദൈവം പറയുന്ന ഒരു ചോദ്യങ്ങളും ദൈവം അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന വലിയ ദൈവപ്രവർത്തികളും. അസ്ഥികളുടെ താഴ്വരയിൽ നിൽക്കുന്ന പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ പ്രഭാതത്തിൽ ഈ സൂര്യൻ ഉദിച്ചു വരുന്ന ഈ സമയത്ത് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ഇറിറ്റേറ്റഡ് ആകുന്ന, ഒരു സ്വസ്ഥത തരാത്ത, ആ സമാധാനം തരാത്ത ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമോ? അതിനിയും ജീവിപ്പാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും പലതിനും ഉത്തരമില്ല, മറുപടിയില്ല. പക്ഷെ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. മറുപടി ഇല്ലെന്ന് നീ പറയുന്ന പലതിൻ്റെയും മറുപടി എൻ്റെ കർത്താവിൻ്റെ കരത്തിലുണ്ട്. അമ്മ, നീ ഇനി ആർക്കും പരിഹരിക്കാൻ കഴിയില്ല, ഇനി ആർക്കും ആ വിഷയത്തിന് ഒരു മറുപടി തരാൻ കഴിയില്ല എന്നും നീ പറയുന്ന പലതിൻ്റെയും മറുപടി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് കേട്ടോ. പ്രിയരെ, യെഹെസ്കേലിനോട് പറയുന്നൊരു പദമുണ്ട്, യെഹെസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രിയരെ, എന്താണ് ഈ അസ്ഥി? ഇന്നലകളിൽ ഈ അസ്ഥികൾ ഏതൊക്കെ കാലഘട്ടത്തിനകത്ത് നമ്മെപ്പോലെ മാംസമുള്ള, നമ്മെപ്പോലെ ആരോഗ്യവും സൗന്ദര്യവും നമ്മെപ്പോലെ കഴിവും ബലവും ഉള്ള ഏതൊക്കെ മനുഷ്യരായിരുന്നു ഇന്നലകളിൽ ജീവിച്ചു പോയവർ. ഞാനിങ്ങനെ പറയാം, ഇന്നലകളിൽ ജീവിച്ചു പോയി സ്വപ്നത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ ഏതൊക്കെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പാതി വഴിയിൽ വച്ച് സ്വപ്നം പൊലിഞ്ഞുപോയ ഒരു കൂട്ടം അസ്ഥികളുടെ നടുവിൽ യെഹെസ്കേലിനെ കൊണ്ടു നിർത്തിയിട്ട് യെഹെസ്കേലിനോട് പറയുക, യെഹെസ്കേലേ, നീ പ്രവചിച്ച് ഈ അസ്ഥികളോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ, ഒത്തിരി ആഗ്രഹിച്ചെടുത്തു വച്ച സ്റ്റെപ്പുകൾ, ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചെടുത്തു വച്ച ഭാവിയുടെ മേഖലകൾ, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ, ഉപജീവനത്തിൻ്റെ മേഖലകൾ എവിടെയൊക്കെ പൂർത്തീകരിക്കാൻ കഴിയാതെ, ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയാതെ എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ചിതറപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒന്ന് വീണുടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആത്മാവിലൊരു ദൂത് കൈമാറാം.
തകർന്നെന്ന് പറയുന്ന ചില മേഖലകളെയും ഇനി ഒരിക്കലും സാധ്യതയില്ല ദൈവദാസനെ എന്ന് നീ പറയുന്ന ചില വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. വലിയ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിന്നിൽ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഈ പകൽക്കാലം നിൻ്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ വന്നെന്ന് കരുതി നിൻ്റെ ജീവിതം തീർന്നു പോയിട്ടില്ല കേട്ടോ. നീ സ്വപ്നം കണ്ടതുപോലെയൊന്നും നിൻ്റെ ഭാവിയോ നിൻ്റെ ജീവിതമോ നിൻ്റെ വിദ്യാഭ്യാസമോ നിൻ്റെ തലമുറകളോ നിൻ്റെ കൂടാരത്തിൻ്റെ അവസ്ഥകളോ ഒന്നും ആകുന്നില്ലെന്ന് കരുതി നീ അധൈര്യപ്പെടരുത്. ദൈവത്തിന് നിന്റെ തകർന്നുപോയ ജീവിതത്തിനകത്തും ചിലത് ചെയ്യാൻ കഴിയും. അതേ പ്രിയരെ, ഇന്നലകളിൽ ഏതൊക്കെ സ്വപ്നങ്ങളോടെ ജീവിച്ച മനുഷ്യരായിരുന്നു ഇന്ന് അസ്ഥികളുടെ താഴ്വരയിൽ വെറും അസ്ഥികളായി ചിതറിക്കിടക്കുന്നത്. പകൽക്കാലം ഒരു പ്രതീക്ഷയുമില്ലാതെ ചിതറിപ്പോയി, ഒരു പ്രതീക്ഷയുമില്ലാതെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, ഇനി ഒരു പ്രതീക്ഷയുമില്ല, ഇനി ജീവനോടെ എഴുന്നേറ്റ് വരുമെന്നോ ഇനി അതിനകത്തൊരു അത്ഭുതം വെളിപ്പെടുമെന്നോ ഒരു പ്രതീക്ഷയില്ലാതെ ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാം, ഏത് രാജ്യത്തിലിരുന്ന് എപ്പോൾ ഈ ദൂത് കേട്ടാലും ഈ ദൂത് കേൾക്കുമ്പോൾ എന്നോട് കൂടെ ഈ വചനത്തെ ഗ്രഹിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ശബ്ദത്തിൽ അധികാരത്തോടെ നീ ദൈവത്തോട് അമേഷമാനതരകൾക്ക് ദൈവത്തിന്ന് ചിലത് പ്രാപിച്ച് നിന്റെ വിഷയത്തിനകത്ത് ചിതറപ്പെട്ടു പോയ അസ്ഥികളുടെ ഇടയിലേക്ക് നീ ദൈവത്തിൻ്റെ വചനത്തെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലകളിൽ ചിതറപ്പെട്ടെന്ന് പറയുന്ന ചില മേഖലകൾ അതൊരു സൈന്യമായി എഴുന്നേറ്റ് വരും. ഈ പകൽക്കാലം യെഹെസ്കേലിനോട് പറയുന്ന ഒരു പദമുണ്ട്, യെഹെസ്കേലേ നീ കൽപ്പിച്ച് ഈ അസ്ഥികളോട് പറയണം. എന്ത് പറയണം? അതാണ് പദം. എന്ത് പറയണം? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് യെഹെസ്കേലിനോട് പറഞ്ഞില്ല, അസ്ഥികളെ നീ മനുഷ്യനായി മാറ്, അസ്ഥികളെ നിന്റെ പഴയ രൂപത്തിൽ വാ, അസ്ഥികളെ നീ ത്വക്ക് വരട്ടെ, മാംസം വയ്ക്കട്ടെ, ഞരമ്പ് വരട്ടെ. ഇതൊന്നും യെഹെസ്കേലിനോട് പറഞ്ഞില്ല. യെഹെസ്കേലിനോട് പറഞ്ഞില്ല അസ്ഥികളെ നോക്കി ജീവൻ വയ്ക്കാൻ പ്രവചിക്കാൻ പറഞ്ഞില്ല. നഷ്ടപ്പെട്ടു പോയ ജീവൻ മടക്കി വരാൻ പറഞ്ഞില്ല. അസ്ഥികളെ നോക്കി യെഹെസ്കേലിനോട് പറഞ്ഞത് ഒരേ ഒരു പദമുള്ളൂ, യെഹെസ്കേലേ നീ അസ്ഥികളെ നോക്കി പറ, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഈ പ്രഭാതത്തിനകത്ത് നീ ദൈവത്തിൻ്റെ വചനം കേട്ട ഷാരാധരകൽക്കബ. എന്താ ദൈവവചനത്തിൻ്റെ പ്രത്യേകത? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന, ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള സന്ധി മജ്ജകളെ വേർപിരിക്കുന്നത് വരെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന, ശൂന്യമായി പോയതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നോടുകൂടെ നിന്റെ പ്രതിസന്ധിയെ നോക്കി, നിന്റെ ജീവിതത്തെ നോക്കി തകർന്നെന്ന് നീ പറഞ്ഞ ഇനി ഒരു പ്രതീക്ഷയുമില്ല ദൈവദാസനെ എന്നും നീ പറയുന്ന ആ മേഖലയെ നോക്കി ഇന്ന് ഈ പകൽക്കാലം പറയാൻ കഴിയുമോ? ഉണങ്ങിയ ആസ്തികളെ, ഹേ എൻ്റെ പ്രതിസന്ധിയെ, ഹേ എൻ്റെ പ്രതികൂലമേ, എൻ്റെ തകർന്നുപോയ ഭാവിയെ, എൻ്റെ തകർന്നുപോയ കുടുംബജീവിതമേ, ഹേ തകർന്നുപോയ വിദ്യാഭ്യാസ മേഖലയെ യഹോവയുടെ വചനം കേൾപ്പി, യഹോവയുടെ വചനം കേൾപ്പി. ആ പദത്തിനകത്ത് ദൈവത്തിൻ്റെ അധികാരം ചലിക്കും. യെശയ്യാവ് ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് അയച്ച കാര്യം. എന്ത് കാര്യം? അയച്ച കാര്യം നിവർത്തിക്കാതെ മടങ്ങി വരില്ല. ദൈവത്തിൻ്റെ വചനം ചലിക്കുന്നുണ്ടെങ്കിൽ എന്തോ ചില കാര്യങ്ങൾ ആ വചനത്തിന് ചെയ്തെടുക്കാനുണ്ട്. അത് അയച്ചത് മാത്രമേ നിവർത്തിച്ചിട്ടേ അത് മടങ്ങി വരത്തുള്ളൂ. ഈ പകൽക്കാലം ഈ വചനം ഞാൻ അയക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് നിവർത്തിച്ചിട്ടേ ഈ വചനം തിരികെ വരത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ മൂടിയാൽ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം ഒന്ന് മറന്നാട്ടെ, മൈൻഡൊന്ന് റീഫ്രഷ് ചെയ്താട്ടെ. ദൈവത്തോട് പറ, എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവേ ആ വിഷയങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കട്ടെ. ആ മിനിസ്ട്രിയുടെ മേഖലകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കട്ടെ. ഉടഞ്ഞുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കട്ടെ.
ഏതൊക്കെ രോഗികളായി എന്നെ ശ്രമിക്കുന്ന അവരുടെ ശരീരത്തിനകത്തുള്ള രോഗങ്ങൾ യഹോവയുടെ വചനം കേൾക്കട്ടെ, സൗഖ്യം വെളിപ്പെടട്ടെ. തകർന്നുപോയ ജീവിതത്തിനകത്ത് വിജയം വെളിപ്പെടട്ടെ. സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്കകത്ത് സമാധാനം വെളിപ്പെടട്ടെ. യെസ്, ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ കൽപ്പിക്കുകയാണ്. വലിയ ദൈവപ്രവർത്തി, വലിയ ദൈവപ്രവർത്തി, ഇതുവരെ കാണാത്ത മഹത്വം അവരുടെ ജീവിതത്തിനകത്ത് ചലിക്കട്ടെ. ഞാൻ അങ്ങനെ കൽപ്പിക്കുക. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. വചനം ഞാൻ അയച്ചു പ്രാർത്ഥിക്കും. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അതേ പ്രിയരെ, ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. ചില ഉണങ്ങിപ്പോയ അവസ്ഥകൾ, തീർന്നെന്ന് ലോകം പറഞ്ഞ അവസ്ഥകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് ഒരു യാത്ര നമുക്ക് തിരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് പറയാൻ കഴിയുമോ? പരിശുദ്ധാത്മാവേ, ഈ പ്രഭാതം എന്നെ നയിച്ചാലും, ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ, ഈ പകൽക്കാലം എന്നെ ഒന്ന് നയിച്ചാലും. ഗോഡ് ബ്ലസ് യു. ആമേൻ.